അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ഷൻ്റെ പ്രാധാന്യം ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്ന LDF മുന്നണി ആയാലും, അതിന് മുമ്പ് ഭരിച്ച UDF ആയാലും, കേന്ദ്രം ഭരിക്കുന്ന BJP ആയാലും ഒക്കെ ഒരുപാട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അഴിമതിയും ധൂർത്തും ധാർഷ്ട്യവും ധിക്കാരവും മാത്രമാണ് ഇവരുടെ ഒക്കെ കൈമുതൽ. ഈ ഒരു ഭരണം തൂത്തെറിയുവാൻ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരണത്തെ തൂത്തെറിയാനുള്ള ചൂലുമായി ഇറങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ ഈ ചൂൽ ചിഹ്നത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇപ്രാവശ്യം വോട്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയുമുണ്ട്. തീർച്ചയായും ഒറ്റ കാര്യം ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളൂ. അഴിമതിയും ധൂർത്തും ധിക്കാരവും ധാർഷ്ട്യവും ഈ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് തൂത്തെറിയുവാൻ ആം ആദ്മി പാർട്ടിക്ക് ദയവ് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൂൽ ആണ് ഈ അഴിമതിക്കാരെ തൂത്തുവാരാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് മനസ്സിലാക്കി ചൂലടയാളത്തിൽ വോട്ട് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ പേര് ജോസ് ജോർജ് എന്നാണ്. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. സർ, അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഓൾമോസ്റ്റ് ഒരു 10-30 വർഷം അടുത്തായിട്ട് തൃക്കാക്കര മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിനോട് വളരെ അനുനയിപ്പിച്ച് നിൽക്കുന്നൊരു മണ്ഡലമാണ്. അപ്പം അവിടെ ആം ആദ്മി പാർട്ടി ജയിക്കുമെന്ന് ആം ആദ്മി പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ ഈ കോൺഗ്രസ് മുനിസിപ്പാലിറ്റിയിൽ UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ. അതേപോലെ തൃക്കാക്കര രൂപീകൃതമായിട്ട് ഇപ്പം 4ാമത്തെ ഇലക്ഷനാണ്. ഒരെലക്ഷൻ അതിന് മുമ്പ് ഇത് പഞ്ചായത്തായിരുന്നു. 2011 കൊണ്ടാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി തൃക്കാക്കര ഇപ്പോൾ തൃക്കാക്കര ഒരു മണ്ഡലമായത്. അതിന് മുമ്പ് ഈ തൃക്കാക്കര മണ്ഡലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ ഉമാ തോമസാണ് MLA. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഒരു നല്ലൊരു ഹോസ്പിറ്റലില്ല, നല്ലൊരു ഒരു പ്ലേ ഗ്രൗണ്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളാവുന്നതെന്ന് പറയാൻ നമുക്ക് 4 പേരുടെ മുന്നിൽ പറയാൻ കൊള്ളാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും പറയും LDF ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല, ഞങ്ങൾ UDF ആണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിവും ശേഷിയുമുള്ള MLA ആണെങ്കിൽ ആ ഫണ്ട് പിടിച്ചെടുക്കുന്നതിനകത്താണ് കഴിവ്. അതിവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വികസനവും ഇല്ലാത്ത ഒരു മണ്ഡലമായി തൃക്കാക്കര അതപ്പതിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ IT ഹബ്ബും ഇൻഫോ പാർക്കും ഒക്കെ ഉള്ള ഈ തൃക്കാക്കരയിൽ വളരെയധികം വികസനങ്ങൾക്ക് സ്കോപ്പുണ്ട്. ആം ആദ്മി പാർട്ടി തന്നെ ഇപ്പോൾ ശക്തമായ സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു, റൗണ്ട് അബൌട്ടിന് വേണ്ടിയൊക്കെയുള്ള. അങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്തിയെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഈ ഇവിടുത്തെ ഭരണകക്ഷിയോ മെയിൻ കക്ഷിയായ ഭരണകക്ഷിയായ LDF അല്ലെങ്കിൽ ഇവിടുത്തെ MLA ഉൾപ്പെടുന്ന UDF യാതൊരു വിധത്തിൽ സഹകരിക്കുകയോ അതിനുള്ള ഒരു നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വികസനം വെറും വാക്കായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണം ഇപ്പോഴത്തെ LDF ഭരണം തൂത്തെറിയപ്പെടുന്നതോടൊപ്പം UDFും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. NDAക്ക് പിന്നെ യാതൊരു പ്രതീക്ഷയും ഇല്ല ഇവിടെ, എങ്കിലും അവർ നിൽക്കുന്നു എന്ന് മാത്രമേ. ഓക്കെ, ഒരു ബിഗ് ബോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത്രയും ഇൻഫ്ലുവൻസറായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് സ്വീകാര്യതയുള്ളൊരു വ്യക്തിയാണ് അഖിൽമാരാ. അദ്ദേഹം മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിനെപ്പറ്റി എന്താ സാർ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വ്യക്തിപരമായിട്ട് ഒരു ആക്ഷേപത്തിനും ഞാൻ മുതിരുന്നില്ല. പക്ഷേ ബിഗ് ബോസിൽ അഭിനയിച്ചവരുടെ ചരിത്രമൊന്നും ഞാൻ വിളമ്പാനും ആഗ്രഹിക്കുന്നില്ല. ബിഗ് ബോസിൽ അഭിനയിച്ചവരെയാണ് അടുത്ത MLA ആയിട്ട് കാണാൻ ഇവിടെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ഞാൻ ഇടപെടുന്നില്ല. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും കഴിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതുകൊണ്ട് അവരുടേതായ ഫീൽഡിൽ കഴിവ് തെളിയിച്ചോട്ടെ. അഭിനയം അറിയാവുന്നവർക്ക് അഭിനയിക്കാൻ പോകാം, ബിഗ് ബോസിൽ പോകേണ്ടവർക്ക് അതിൽ പോകാം. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ഞാനൊരു പ്രൊഫഷണലാണ്. തീർച്ചയായും എനിക്ക് അതിൻ്റേതായ ഗുണമുണ്ടാകുമെന്നും ഇവിടുത്തെ ജനങ്ങൾ എന്നോട് നിൽക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്.